ഹലോ ഹലോ. മോളെ. എന്തോയി? ഒന്നുമില്ല. അതേ, ഓയ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നല്ലോ. എന്ത് കാര്യം? കേൾക്കാൻ സമയം സൗകര്യമൊക്കെ ഉണ്ടാവുമോ സാറിന്? അതൊക്കെ ഉണ്ടാവും, ഒരുപാടുണ്ട്. ഞാൻ കാര്യം പറയും. എനിക്ക് നിന്റെ ശബ്ദം കേട്ടപ്പേ ആ, ഒരു കാര്യം പറയണമെന്ന് തോന്നി. എന്താണാവോ? അതേ, ആ, ഞാനൊരിടത്ത് പോവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉം, ഈ വരുന്നുണ്ട്. ഞാനുണ്ട്. എനിക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ട്. എന്താണാവോ? കുരുത്തക്കേട് കാണിക്കാൻ പാടില്ല, ഞാൻ കുരുത്തക്കേടൊന്നും കാണിക്കാറില്ലല്ലോ. പോയി പിന്നെ ഒന്നും പറയാൻ പാടില്ല. പിന്നെ ഒന്നും പറയാൻ പാടില്ല എന്ന് വെച്ചാൽ കാണുന്ന എല്ലാം വേണമെന്ന് പറയരുത്. ഉം, ഉം. ഏ ആ, അങ്ങനെയൊക്കെ ഓക്കെ ആണോ? അതൊക്കെ ഓക്കെയാ, ഉറപ്പാ? ഉറപ്പായിട്ടും. അല്ല, കൊച്ചു കുട്ടികളെ കൊണ്ടുപോകുമ്പോഴാ സാധാരണ ഇങ്ങനെ പറയുന്നത്. നിന്നെ കൊണ്ടുപോകുമ്പോൾ എന്താ ഇങ്ങനെ പറയണേന്ന് അറിയാമല്ലോ. എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒന്നും പറയാറില്ല. ഒന്നും പറയത്തില്ല, കൈ ഇങ്ങനെ ദൂരേക്ക് ചൂണ്ടിട്ട് എനിക്ക് അത് വേണം, അങ്ങനെ പറയുള്ളൂ. അതൊരു വട്ടം നിങ്ങൾ ചോദിക്കൂലേ നിനക്ക് എന്താ വേണ്ടിയെന്ന്? അപ്പല്ലേ ഞാൻ ഇതൊക്കെ പറയാറ്. അതിപ്പോ ഒരു കാര്യത്തിനല്ലേ ചോദിക്കണേ, ഈ ലോകത്തുള്ള എല്ലാ കാര്യം പറയുന്നതിന്. അപ്പൊ പിന്നെ മനുഷ്യൻ മൊത്തത്തിൽ ഭ്രാന്താവില്ലേ? പിന്നെ ഈ ഭ്രാന്താവും. പിന്നെ എന്തിനെ കൊണ്ടുപോണേ? എങ്കിൽ പിന്നെ അതില്ലേ ആദ്യമേ ചോദിച്ചത്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യില്ലേ, ഈ വരണ്ട. ഞാൻ വരും. അപ്പൊ പിന്നെ ഈ എല്ലോ ചോദിച്ചത് എന്തിനാ എന്നെ കൊണ്ടുപോകണേ? ഉം. ഒന്നും ചോദിക്കൂലല്ലോ? ഇല്ല, എവിടെ? കുറച്ച് ചോദിക്കോളൂ. അടിപൊളി. അല്ല, എവിടെയാ പോണേന്ന് അറിയാം? അറിയില്ല, എവിടെ പോണേ? എവിടെയാ പോണ്ടേ? മണാലി പോയാലോ? അവിടെ മാത്രം പോയാൽ മതിയോ? അവിടെ ഇല്ല, പിന്നെ പിന്നെ കൊറേ സ്ഥലത്തൊക്കെ പോണം. പക്ഷെ പേരറിയത്തില്ലല്ലേ? നീ പോടാ. അയ്യോ, ഉം. ഞാൻ വെറുതെ പറഞ്ഞത്. നമുക്ക് പോവാട്ടാ. എവിടക്ക്? ഞാൻ വന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമ്മൾ പോവും. ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും പോവും. ഉം. എന്ത് ഒരു വിശ്വാസമില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ പറഞ്ഞത്, എന്നിട്ട് എവിടെയും കൊണ്ടുപോയില്ല. അപ്പൊ എവിടെയും കൊണ്ടുപോയില്ല എന്നൊന്നും പറയാൻ പറ്റൂല. എൻ്റെ കയ്യിലിരിപ്പുണ്ടല്ലോ. എന്റെ കയ്യിലിരിപ്പോ? പിന്നെ എൻ്റെ കയ്യിലിരിപ്പ. നിങ്ങളതാ എപ്പം നോക്കിയാലും എന്നെ ചീത്ത പറയും. അവസാനം പഠിച്ചവൻ എൻ്റെ അഞ്ചത്ത് തന്നെ കൊണ്ടിട്ടല്ലോ അത്. അയ്യോ അയ്യോ, എനിക്കിത് പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഒരു ആവശ്യമില്ല. എനിക്കങ്ങ് ഒറ്റക്ക് പോയാൽ പോരായിരുന്നു? ഒറ്റക്ക് പോവില്ലല്ലോ, ഞാനും വരില്ലോ. അതാ പറഞ്ഞ, കൊച്ചുകുട്ടികളെ കൊണ്ടുപോകണം. എനിക്ക് കൊണ്ടുപോകണ്ടേ ഞാൻ ഇനി? പിന്നെ അതാണ് ഏറ്റവും വലിയ പാട്. എന്നാലും സാരമില്ല, സമയം പോവും. അതുകൊണ്ടാ എന്നെയും കൂടി കൊണ്ടുപോകാന്ന് വെച്ചേ. അയ്യടാ, അല്ലെങ്കിൽ വീട്ടിൽ എടുത്തിട്ട് പോകൊള്ളായിരുന്നു. പോവും. അന്നേരം അവിടെ ഇരുന്നിട്ട് എനിക്ക് കുരുത്തക്കേടെല്ലാം കാണിക്കാം. അതുപോലെ പിന്നെ എനിക്ക് അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ അതുകൊണ്ട് ആദ്യമേ അങ്ങനെ ചോദിച്ചത് എന്നോട്. അയ്യോ അയ്യോ, എന്താണ് ഒരു സന്തോഷമില്ലാത്ത? നിങ്ങളല്ലേ എന്നോട് പറഞ്ഞേ ഒന്നും ചോദിക്കാൻ പാടില്ല? ഈ എല്ലാം ചോദിച്ചു, എല്ലാതും മേടിച്ചു തരാം പോരെ? താങ്ക് യു. ഇപ്പൊ സന്തോഷായ? എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവണം. എപ്പോഴും ഉണ്ടാവും. അത് മതി.